ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂറുമാറ്റം അല്ലെങ്കിൽ കാലുമാറ്റം നമ്മളെ ഒന്നും ഞെട്ടിക്കാറില്ല. എന്നെ പ്രത്യേകിച്ച് ഞെട്ടിക്കാറില്ല. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവുള്ളതാണ്. ഇപ്പോൾ ശ്രീമാൻ എ കെ ആന്റണിയുടെ മകൻ BJP-യിൽ ചേർന്നപ്പോഴും ശ്രീ കെ കരുണാകരൻ്റെ മകൾ BJP-യിൽ ചേർന്നപ്പോഴും എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഇവരെന്തുകൊണ്ട് ഇതുവരെ കൂറുമാറിയില്ല എന്നുള്ളതിൽ മാത്രം അല്പം തോന്നി. എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ സാബു എം ജേക്കബ് നയിക്കുന്ന 2020 എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം അത് നേരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ചേർന്നപ്പോഴും എനിക്ക് അത്ര വലിയ അത്ഭുതം തോന്നില്ല. സാബു എന്തുകൊണ്ട് ഇത്ര വൈകി എന്നെ സംശയം തോന്നി. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടംകുളത്ത് അപ്പച്ചൻ്റെ നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, ആ പാർട്ടി NDAയിൽ അംഗത്വമെടുത്തപ്പോൾ ഞാൻ അത്ര അധികമൊന്നും ഞെട്ടിയില്ല. ഇതുപോലെ കോൺഗ്രസിലേക്ക് പോകുന്നവരുടെ കാര്യത്തിലും നമുക്ക് അത്ഭുതത്തിന് വൈകില്ല. ഇപ്പോൾ ഐഷ പോറ്റിയെ പോലെ അവഗണിതയായ ഒരു സഖാവ് അവർ നേറിപ്പോകുന്ന ഹൃദയവുമായിട്ട് CPM വിട്ട് ഈ കോൺഗ്രസിലേക്ക് പോയപ്പോൾ, അതല്ലെങ്കിൽ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ഒരു യുവ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടിയുടെ നയപരിപാടികളോട് പ്രതിഷേധിച്ച്, പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിൽ പാർട്ടി കൈക്കൊള്ളുന്ന പ്രതിലോമകരമായ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലേക്ക് പോയി KPCC ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിയില്ല. എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. ഇപ്പോഴത്തെ കാലമല്ലേ അതൊക്കെ സംഭവിക്കും. അതുപോലെ ഇപ്പോൾ S രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ദേവികുളത്തെ മുൻ MLA അദ്ദേഹം BJP-യിൽ ചേർന്ന് പറഞ്ഞപ്പോൾ ഞെട്ടാഞ്ഞെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രാജേന്ദ്രന് CPM-ൽ നിൽക്കക്കളില്ലാത്ത അവസ്ഥ വന്നു. അത് റോഡിൽ ഇറങ്ങി നടന്ന CPM-കാർ, പ്രത്യേകിച്ച് മണിയാശാൻ്റെ സിൽബന്തികൾ പുള്ളിയുടെ മുട്ടുകാലിൽ വെല്ലുവിളിക്കാൻ സാധിക്കും. ആരും മുട്ടുകാലിലില്ലാതെ നടക്കാൻ ആഗ്രഹം ഇല്ലാത്തവരല്ലാത്തതുകൊണ്ട് രാജേന്ദ്രൻ സഖാവ് നിവൃത്തിയില്ലാതെ BJP-യിൽ ചേർന്നു. അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ചെയ്ത ഒരു നടപടിയായിട്ട് സ്വീകരിച്ചു. അങ്ങനെ എടുത്താൽ മതി. സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച ഒരു കൂറുമാറ്റം അല്ലെങ്കിൽ കാലുമാറ്റം, അതും അല്ലെങ്കിൽ പാർട്ടി വിട്ട് പാർട്ടി മാറ്റം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം വൈക്കത്തെ മുൻ MLA അജിത്ത് CPI വിട്ട് BJP-യിൽ ചേർന്നു എന്ന വാർത്ത കേൾക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ടെലിവിഷനിൽ കാണുകയും ചെയ്തപ്പോഴാണ്. അജിത്തിനെ എനിക്കറിയാം, വളരെ കാലമായിട്ട് അറിയാം. പാർട്ടിയുടെ ഒരു യുവ നേതാവാണ് അദ്ദേഹം. നേരത്തെ 2 തവണ വൈക്കത്ത് നിന്ന് നിയമസഭയിലേക്ക് ജയിച്ച ആളാണ്. നിയമസഭാ അംഗങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് അദ്ദേഹം 3ാമത് മത്സരിക്കാഞ്ഞത്. മത്സരിക്കാഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജയിക്കാഞ്ഞത്, MLA ആകാഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു യുവ വനിതാ സ്ഥാനാർത്ഥിക്ക് അവസരം കൊടുത്തു എന്ന് കരുതി പാർട്ടി അദ്ദേഹത്തെ തടയുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗമാക്കി നിലനിർത്തിയിട്ടുണ്ട്. വൈക്കം മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അജിത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടിയിലേക്ക് അങ്ങനെ വന്നു കയറിയ ഒരാളല്ല. അദ്ദേഹം പാർട്ടിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് കേശവൻ ചേട്ടൻ 3 തവണ വൈക്കത്ത് നിന്ന് ജയിച്ച് MLA ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം നിയമസഭാംഗം ഇരിക്കുമ്പോഴാണ് മരിച്ചത്. മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഇദ്ദേഹത്തിൻ്റെ മാമനാണ് P. നാരായണൻ. അദ്ദേഹം 2 തവണ വൈക്കത്തെ MLA ആയിരുന്നു. നാരായണൻ ചേട്ടൻ മാറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് അജിത്ത് വന്നു. അങ്ങനെ ദീർഘകാലം ഇവരുടെ കുടുംബക്കാരായിരുന്നു വൈക്കം മണ്ഡലത്തെ പ്രതികരിച്ചത്. തലമുറയായിട്ട് CPI-കാരാണ്, പാർട്ടിക്കാരാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പാർട്ടിയിൽ ജനിച്ചു വളർന്ന അജിത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവും കൂടാതെ, പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ പാർട്ടിയിലുള്ള സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച്, എല്ലാം രാജിവെച്ച്, പ്രത്യേകിച്ച് ആരോടൊന്നും പറയാതെ നേരെ പോയി എവിടെ ചേർന്നു? CPM-ൽ ചേർന്ന നമുക്ക് മനസ്സിലാക്കാം, MLA ചേർന്ന മനസ്സിലാക്കാം, ഈവൻ കോൺഗ്രസ് ചേർന്ന പോലും മനസ്സിലാക്കാം. അദ്ദേഹം BJP-യിൽ പോയി ചേർന്നു. അദ്ദേഹം BJP-യിൽ ചേർന്നു എന്നല്ല, മാരാർജി ഭവനിൽ ചെന്ന് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ദളിത് വിഭാഗങ്ങൾക്ക് വലിയ അവഗണന ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ പരിഹരിക്കാൻ വേണ്ടി ഞാൻ BJP-യിൽ ചേരുകയാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടോ എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും. ഇപ്പോൾ CPI സംബന്ധിച്ചോളം പറഞ്ഞാൽ 4 മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് ഒരെണ്ണമെങ്കിലും ദളിതർക്ക് കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പരാതി കിട്ടും. 2 തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ് കൊടുത്തത്. കഴിഞ്ഞ 3 തവണ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടാണ് പട്ടികജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തു. ഒരു മന്ത്രിയാകാനായിട്ട് മാന്യത കാണിച്ചില്ല എന്നൊരു പരാതി പറയണമെങ്കിൽ പറയാം. പക്ഷെ അതല്ലാതെ ഏത് രീതിയിൽ അവഗണിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല, അജിത്തിന് ഉത്തരവില്ല.
ഏതായാലും അജിത്ത് ഈ ചെങ്കൊടി ഉപേക്ഷിച്ച് കാവിക്കൊടി പിടിച്ച് BJP-യിൽ ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിക്കാലം മുതൽ സാമ്രാജ്യത്വത്തെ ഫാസിസത്തെയൊക്കെ എതിർക്കുന്ന കേട്ട് വളർന്ന ആളാണ് അജിത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ മഴ പെയ്തപ്പോൾ പാർട്ടി ഓഫീസിൽ കയറിയുന്ന പാർട്ടിക്കാരനായ ആളെ തലമുറയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. വർഗസമര സിദ്ധാന്തത്തിലും മിച്ചമൂല്യത്തിലും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിലാളി വർഗ സർവാധിപത്യം ഉണ്ടാകും എന്ന് കുട്ടിക്കാലം മുതൽ കേട്ട് പഠിച്ചതാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം ഈ ചെങ്കൊടി ഉപേക്ഷിച്ച് പ്രസ്ഥാനവുമായിട്ടും പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് BJP പോലെ പ്രതിലോമകരമായ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പാർട്ടിയിൽ പോയി ചേരുക എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അതും അജിത്തിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സഖാവ് പാർട്ടി വിട്ടു പോയി എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. ഇത് വളരെ മോശം പ്രവണതയുടെ തുടക്കമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ മോശവും എന്ന് തോന്നില്ല. ഏതായാലും അജിത്തിന് യാത്രാമംഗളം നേരുന്നു. ഇങ്ങനെയുള്ള അപകടം പിടിച്ച യാത്രകൾ, ഈ സാഹസിക യാത്രകൾ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയില്ല. ലാൽ സലാം.